ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അവസാന കാലത്ത് ഈ ലോകം വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോൾ തൻ്റെ അനുയായികളിൽ ഒരാളിലേക്ക് ഒരു ആത്മീയ പ്രവാഹം, ഒരു ഫൈള് ഇറങ്ങുമെന്നും അദ്ദേഹം ജനങ്ങളെ കൂട്ടത്തോടെ ത്വരീഖത്തു തിജാനിയയിലേക്ക് നയിക്കുമെന്നും ഷേഖ് അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവചനത്തിന് ശേഷം പല മശായിഖമാരും ഈ തിജാനി ത്വരീഖത്തിലുള്ള പലരും അവരാണ് എന്ന് അവകാശപ്പെട്ട പലരുണ്ട്. അങ്ങനെ ഒരിക്കൽ മൗറട്ടാനിയയിലുള്ള ഷെയ്ഖ് അബ്ദുള്ള അൽ ഷരീഫ് അൽ ഷങ്കീത്തി ഒരു അശരീരി കേട്ടു. ആ ആത്മീയ പ്രവാഹം, ആത്മീയ ഫൈള് ലഭിച്ച വ്യക്തി സെനഗലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു. സെനഗലിലുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു അശരീരി ലഭിച്ചു. അദ്ദേഹം സെനഗലുള്ള പല തിജാനിയ ഖലീഫന്മാരുടെ വീടുകളിൽ അന്വേഷിച്ചെങ്കിലും ആരും കണ്ടെത്താനായില്ല. നിരാശനായി മടങ്ങാനൊരുങ്ങുമ്പോൾ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി കണ്ട സ്വപ്നത്തിൽ ആകാശത്തെ ഒരു പ്രകാശത്തെ പിന്തുടരാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. സ്വപ്നത്തിൽ ആകാശത്തിൽ കാണുന്ന ഒരു നക്ഷത്രത്തെ, ഒരു പ്രകാശത്തെ പിന്തുടരാൻ അദ്ദേഹത്തോട് എന്ത് ചെയ്തു? നിർദ്ദേശം കിട്ടി സ്വപ്നത്തിൽ. അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ആ പ്രകാശം കാണുകയും അതിനെ അനുഗമിച്ച് നടന്നു. ആ പ്രകാശത്തെ, ആകാശത്ത് അദ്ദേഹം കണ്ട നക്ഷത്രം അല്ലെങ്കിൽ പ്രകാശത്തെ അനുഗമിച്ച് നടന്ന് അദ്ദേഹം എത്തിപ്പെട്ടത് ഷെയ്ഖ് അബ്ദുള്ള നിയാസ് തങ്ങളുടെ വീട്ടിലായിരുന്നു. അബ്ദുള്ള നിയാസ് തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം, ഞാൻ തിരയുന്നത് അങ്ങയെയല്ല, മറിച്ച് അങ്ങയുടെ വീട്ടിലുള്ള ഒരു കൊച്ചു കുട്ടിയെയാണെന്ന് ഈ വന്ന മഹാനായ ഷരീഫ് അൽ ഷങ്കീത്തി പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള നിയാസ് തങ്ങൾ തൻ്റെ മക്കളെ ഓരോരുത്തരായി വിളിച്ചു. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഷെയ്ഖുൽ ഇസ്ലാം സോഹിബുൽ ഫൈൽ ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ആ ആളെന്ന് അദ്ദേഹത്തിന് ഷരീഫ് അൽ ഷങ്കീത്തി മഹാനവറുകൾക്ക് മനസ്സിലായി, തിരിച്ചറിഞ്ഞു. ഈ രഹസ്യം ഒരു സമയം വരുന്നത് വരെ പുറത്തു പറയരുത്, ആരോടും പറയരുതെന്ന് ഷരീഫ് അൽ ഷങ്കീത്തി പിതാവായ അബ്ദുള്ള നിയാസിനോട് ഉപദേശിച്ചു. അങ്ങനെ 1922 പിതാവായ ഷെയ്ഖ് അബ്ദുള്ള നിയാസ് വഫാത്താവുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിനായി എത്തിയ ഷരീഫ് അൽ ഷങ്കീത്തി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ താമസിച്ചിരുന്ന മകനായ ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ താമസിച്ചിരുന്ന ആ വീട്ടിൽ അതിഥിയായി താമസിക്കുകയും ചെയ്തു. അന്ന് രാത്രി മഹാനവറുകൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളോട് അദ്ദേഹത്തിൻ്റെ അങ്ങേക്ക് ഉള്ള ഭാവിയിലുള്ള വലിയ വലിയ പദവികളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അവർ പറഞ്ഞു, അതായത് ഷരീഫ് അൽ ഷങ്കീത്തിയുടെ മരണം വരെ അത് രഹസ്യമായി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മഹാനവറുകൾ 4 വർഷങ്ങൾക്ക് ശേഷം റബീഉൽ അവ്വൽ മാസത്തിൽ ഷരീഫ് അൽ ഷങ്കീത്തി മഹാനവറുകൾ വഫാത്തായി. അപ്പോൾ അതേസമയം കൗലക്കിൽ ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളുടെ നാട്ടിൽ കൗലക്കിൽ നബിദിനാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. സാധാരണയായി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളുടെ ജ്യേഷ്ഠന് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം വിവരിക്കുകയും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തിൻ്റെ കീർത്തനങ്ങൾ, മദ്ഹുകൾ, ഖസീദകൾ ചൊല്ലുകയായിരുന്നു പതിവ്.
അങ്ങനെ ആ ചടങ്ങിൽ വെച്ച് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങൾ, ഞാൻ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളുടെ ഖലീഫയാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഷെയ്ഖ് തിജാനിയെയോ റളിയല്ലാഹു അൻഹു അവരുടെ വല്ലിപ്പയായ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തിജാനി തങ്ങളെയോ റസൂലുള്ളാഹി തങ്ങളെയോ വേണമെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് ഞാൻ അഹമ്മദുൽ അദ്നാൻ നൽകിയ സമ്മാനമായി അൽ തിജാനിയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫയാണ്. അതിൻ്റെ കൂടെ മഹാനവറുകൾ ഒരു വരികൾ കൂടി ചൊല്ലി, എന്നെ സ്നേഹിക്കുന്നവൻ തീർച്ചയായും എന്നെ കാണും, അല്ലെങ്കിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം ഇന്ന് ഞാൻ ഷെയ്ഖ് തിജാനി തങ്ങളുടെ ഖലീഫയാണ്. അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരു അങ്കലാപ്പായി. ആദ്യം എല്ലാവരും നിശബ്ദരായെങ്കിലും പിന്നീട് ചിലർ അത് ഏറ്റുചൊല്ലാൻ തുടങ്ങി. ഒടുവിൽ മഹാനവറുകളുടെ മൂത്ത സഹോദരൻ മുഹമ്മദ് ഖലീഫ ഇബ്രാഹിമിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, തനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റുള്ള സഹോദരന്മാർ പറഞ്ഞു, ഇബ്രാഹിമിന് ഭ്രാന്താണ്. ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കുന്നവരുടെ അടുത്തേക്ക് മഹാനായ ഇബ്രാഹിമിനെ നിയാസ് കൗലഖി തങ്ങളെ കൊണ്ടുപോകണമെന്ന് സഹോദരന്മാർ വാശി പിടിച്ചു. അന്നു മുതൽ സ്വന്തം സഹോദരങ്ങളിൽ നിന്നും സഹോദരന്മാരുടെ അനുയായികളിൽ നിന്നും അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. താമസിയാതെ തൻ്റെ ചെറിയൊരു കൂട്ടം അനുയായികളുമായി അദ്ദേഹം കൂസ എന്ന ഗ്രാമത്തിലേക്ക് പലായനം ചെയ്തു. പിന്നീട് ഈ സ്ഥലത്തിന് പുതിയ കൗലക് നഗരമെന്നും അദ്ദേഹം പേരിട്ടു. അദ്ദേഹത്തോടുള്ള മഹാനവറുകളോടുള്ള ശത്രുത വർദ്ധിക്കുകയും സഹോദരൻ മുഹമ്മദ് എന്നവർ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറലിന് പരാതി നൽകുകയും ചെയ്തു. ഇബ്രാഹിം നിയാസ് ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നാടു കടത്തിയിട്ടും രഹസ്യപ്രവർത്തനങ്ങൾ തുടരുന്നുവെന്നും അദ്ദേഹം കത്തിൽ ആരോപിച്ചു. ഉടനെ തന്നെ ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കത്ത് ഫലിച്ചു. ഇബ്രാഹിമിനെ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടാൻ ഒരു പോലീസ് സംഘം കൂസയിലെത്തി. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങൾ തൻ്റെ മുരീദന്മാരെ ദീന് പഠിപ്പിക്കുന്ന ഒരു സമയത്താണ് പോലീസ് എത്തിയത്. മഹാനവറുകളെ പോലീസ് ദക്കാറിലേക്ക് കൊണ്ടുപോയി. വിദ്യാർത്ഥികൾ മുരീദന്മാരെല്ലാവരും തടയാൻ ശ്രമിച്ചെങ്കിലും മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങൾ പറഞ്ഞു, ഇത് ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളെ എന്നെ ക്ഷണിച്ചതാണെന്ന് പറഞ്ഞു. ഇത് ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണെന്ന് എന്ന രീതിയിലുള്ള ഒരു പറഞ്ഞെന്ത് ചെയ്തു, മുരീദന്മാരെ ശാന്തരാക്കി. അങ്ങനെ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്ത് ഷെയ്ഖ് തങ്ങളുടെ മറുപടി കേട്ട ഇൻസ്പെക്ടറിന് മഹാനായ ഷെയ്ഖ് തങ്ങൾ നിരപരാധിയാണെന്നും ഇതിനെല്ലാം കാരണം അസൂയയും വെറുപ്പും കാരണം മഹാനവരോടുള്ള വെറുപ്പും അസൂയയും കാരണം ഉണ്ടായ ചില കത്തുകളും കേസുകളുമാണെന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ ഷെയ്ഖ് തങ്ങളെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരിക്കൽ 1937 മഹാനവറുകൾ ഹജ്ജിന് പോവുകയും അവിടുന്ന് തിരിച്ച് ഫാസ് വഴി വരുന്ന സമയത്ത് ഷെയ്ഖ് ത്വരീഖത്തിലെ പ്രധാനിയായ ഖലീഫയായ ഷെയ്ഖ്
സുഖൈറജി തങ്ങളെ കാണുകയും മഹാനവറുകൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലിക്ക് തങ്ങൾക്ക് പച്ചക്കൊടി ഈ നേതൃത്വം തിജാനിയത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള പച്ചക്കൊടി കാട്ടുകയും ചെയ്തത് മഹാനായ ഷെയ്ഖ് അഹമ്മദ് സുഖൈറജി തങ്ങളാണ്. അതിനുശേഷം ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ഒഴുക്കായിരുന്നു മഹാനവറുകളിലേക്ക്. ആർക്കും തടുക്കാൻ പറ്റാത്ത ആത്മീയ പ്രവാഹം. ഒരുപാട് നാടുകളിൽ നിന്ന്, ഒരുപാട് ആഫ്രിക്കയിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ കൗലക്കിൽ വരികയും മഹാനവറുകളിൽ നിന്ന് ബയ്യത്ത് ചെയ്യുകയും പിന്നെ അവരെല്ലാവരെയും ഓരോ പ്രദേശത്തുള്ള മുഖദ്ദമീങ്ങളാവുകയും നിയമിക്കുകയും അവരിലൂടെ തിജാനിയത്തിൻ്റെ ഒരു ഒഴുക്കായിരുന്നു പിന്നീട് സംഭവിച്ചത്. ആ മഹാൻ്റെ ആ വഴിയിൽ നമുക്കൊരു ഭാഗമാകാൻ സാധിച്ചതിന് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.